ഗുഡ് ഈവനിംഗ്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വിജയകരമായ യാത്രയിലെ 31ാം അധ്യായത്തിലേക്ക്. ഹൃദയാനുഭൂതികളുടെ ചേതോഹരമായ സൃഷ്ടിയാണ് മലയാള സാഹിത്യം. ഈ സാഹിത്യ സൃഷ്ടികൾ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. സാഹിത്യത്തിന്റെ വിവിധ തലങ്ങൾ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് നോവൽ. മലയാളത്തിലെ നോവലുകൾ മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പരിണാമത്തിന്റെ തെളിവാണ്. ഭാഷയെ സംരക്ഷിക്കുന്നതിലും ജനങ്ങളുടെ എണ്ണമറ്റ അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നതിലും നോവലുകൾ സഹായകമായിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഏവർക്കും നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവമാണ് കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്. ഇന്ന് ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള സാഹിത്യ രംഗത്തെ ശ്രദ്ധേയനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റും അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തെ വിവിധ മേഖലകളിൽ കഥ, സംഭാഷണം, തിരക്കഥ, അങ്ങനെ വിവിധ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഏറെ ആദരവോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നതിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കുന്നം അധ്യാപന പഠന കലാലയത്തിന്റെ ഈ സാഹിത്യോത്സവത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് ഇത്രയും ഉപാഖ്യാനങ്ങളായിട്ട് തുടരുകയാണ്. അതില് കുട്ടികളും അധ്യാപകരും ഒക്കെ സജീവമായ താല്പര്യം പുലർത്തുന്നു എന്നുള്ളത് സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നിവിടെ നമ്മളൊരു വിഷയം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. നോവലും ദൃശ്യാത്മകതയും എന്നതാണ്. എൻ്റെ നോവല്, പ്രധാനപ്പെട്ട ഒരു രചന ആയുസിന്റെ പുസ്തകം 40 വർഷം മുമ്പാണ് പ്രകാശനം ചെയ്തത്. അപ്പൊ അത് പുറത്തു വന്നപ്പോഴും അതിൻ്റെ ആഖ്യാന ഘടനയെ സംബന്ധിച്ച ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഒരു ആഖ്യാന ഘടന മലയാളത്തിലെ സവിശേഷമായ ഒന്നാണ്, അല്ലെങ്കിൽ നൂതനമായ ഒന്നാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ അന്നുണ്ടായിരുന്നു. അത് അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അതിലുള്ള അതിൻ്റെ ഒരു ദൃശ്യാത്മകതയാണ്. അതില് നമുക്കറിയാം, നോവൽ എന്ന് പറയുന്നത് വാക്കുകളുടെ ഒരു കലയാണ്, അമൂർത്തമായിട്ടുള്ള വാക്കുകളുടെ ഒരു കലയാണ് നോവൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ നമ്മൾ ദൃശ്യങ്ങളുടെ ഒരു മൂർത്തത കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബോധപൂർവവും വളരെ ആലോചിച്ചൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മലയാള നോവലിൽ ഒരുപക്ഷെ അങ്ങനെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ അതിന് മുമ്പേ നടന്നു കാണില്ല. അപ്പൊ ആ സമയത്ത് 82 കാലത്താണ് ഞാൻ ആ നോവല് എഴുതുന്നത്. അപ്പൊ അത് എഴുതാനിടയായ സാഹചര്യങ്ങളും മറ്റും ഞാൻ എൻ്റെ ആമുഖത്തിലും മറ്റു പല കുറിപ്പുകളിലും ഒക്കെ ആയിട്ട് വ്യക്തമാക്കിയിട്ടു. അപ്പൊ ആ നോവല് എഴുതുന്ന സമയമാകുമ്പോഴേക്കും ലോക സിനിമയുമായിട്ട് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും യൂറോപ്യൻ സിനിമയുമായിട്ടുള്ള വലിയ പരിചയം ഉണ്ടായിരുന്നു. അതിലുള്ള ചില സംവിധായകരുടെ ആഖ്യാന ശൈലി എന്നെ വളരെ സ്വാധീനിച്ചിരുന്നു. പ്രത്യേകിച്ചിട്ടും സ്വീഡിഷ് സംവിധായകനായിട്ടുള്ള ഇംഗ്മർ ബർഗ്മാൻ ചിത്രീകരിച്ചിട്ടുള്ള ചില സിനിമകൾ, ഇപ്പൊ ക്രൈസ് ആൻഡ് വിസ്പേഴ്സ്, വൈൽഡ് സ്ട്രോബറീസ്, സൈലൻസ്, ഇതുപോലുള്ള കുറെ സിനിമകൾ, ഇന്റർലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ, അതിൽ അദ്ദേഹം പിന്തുടരുന്ന ഒരു ആഖ്യാന രീതി ഉണ്ടായിരുന്നു. വളരെ സവിശേഷമായിട്ടുള്ള ഒന്നാണ്. ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ, ധ്യാനാത്മകമായിട്ടുള്ള ഒരു മൂഡിലാണ് അദ്ദേഹം സിനിമ ചെയ്തത്. നമ്മൾ സാധാരണ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വലിയ തിരക്കും ബഹളവും ആൾക്കൂട്ടവും ആരവങ്ങളും ഒക്കെയാണ് സിനിമ എന്ന് പറയുന്നത്.
ഒരുപാട് അതിലെ ഫിലിം ക്രൂ എന്ന് പറയുന്ന ഒരുപാട് പേര് ഓരോ സെറ്റിലും. പിന്നെ നമ്മുടെ ചില സിനിമകളിലൊക്കെ ആൾക്കാരെ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പോകുമ്പം പറയും അയ്യോ കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അപ്പൊ ആ രീതിയിൽ വളരെ ബഹളമയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ സിനിമ ചെയ്യുന്നതിന് പകരം വളരെ ഈ ധ്യാനാത്മകമായിട്ടുള്ള ഒരു മനോഘടനയിൽ നിന്നുകൊണ്ടാണ് ബർഗ്മാൻ സിനിമകൾ ചെയ്തത്. മാത്രമല്ല അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള പ്രമേയങ്ങൾ, മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധം, മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ സംഘർഷങ്ങൾ, ഇപ്പൊ മനുഷ്യരെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമം, ഇതൊക്കെയാണ് അദ്ദേഹം മൂർത്തമായിട്ട് സിനിമകളിൽ അവതരിപ്പിച്ചത്. ആ സമയത്ത് വന്നിട്ടുള്ള ഒരു പഠനത്തില് ഇംഗ്മാർ ബർഗ്മാന്റെ സിനിമകളുമായിട്ടുള്ള ഈ നോവലിന്റെ സാദൃശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത് സാദൃശ്യം എന്ന് പറയുന്നത് ബർഗ്മാന്റെ ചിത്രങ്ങളിലുള്ള ഏതെങ്കിലും പ്രമേയം നമ്മൾ സ്വീകരിച്ചു എന്നല്ല, ആവിഷ്കരിച്ചു എന്നല്ല. പക്ഷെ അതിന്റെ ഈ ആഖ്യാനത്തില് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആഖ്യാനം അതിനകത്തുണ്ട്. അതിന് ഇംഗ്മാർ ബർഗ്മാന്റെ ചില സിനിമകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള മട്ടിലുള്ള ചിലർ പറഞ്ഞു. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. കാരണം ഞാൻ അതേപോലെ ദൃശ്യങ്ങളിലൂടെ കഥ പറയാനാണ് അതിൽ ശ്രമിച്ചത്. വാക്കുകളിലൂടെ ഒരു ദൃശ്യങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ആ നോവലിന്റെ ആദ്യന്തം ആദ്യം തൊട്ട് അവസാനം വരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിലെ ഓരോന്നും ദൃശ്യങ്ങളാണ്. ദൃശ്യമാക്കാൻ പറ്റാത്ത ഒന്നും അതിനകത്ത് ഇല്ല. ഇപ്പൊ ഈ നോവല് എന്ന് പറയുന്നത്, ഈ സിനിമ ഉണ്ടാകുന്നത് 1895 ഡിസംബർ 29 പാരീസിൽ വെച്ചിട്ട് ആദ്യം നടന്ന പ്രദർശനത്തിന്റെ തീയതിയാണത്. അപ്പൊ നമുക്കറിയാം ഈ 1895 ഡിസംബർ 29 മുമ്പേ ലോകത്ത് നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ സെർവാൻഡസിന്റെ ആധുനിക നോവലിന്റെ തുടക്കം എന്ന് പറയാവുന്ന നോവല് മിഗിൽ ഡി സെർവാൻഡസിന്റെ ഡോൺ കിഹോട്ടെ ആണ്. ആ നോവല് പുറത്തു വന്നത് 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. അതിനുശേഷം പല നോവലുകളുണ്ടായി. ഇപ്പൊ 19-ാം നൂറ്റാണ്ടില് നിരവധി നോവലുകൾ ഉണ്ടായി. നമ്മുടെ ലോകത്തിലെ ഏറ്റവും മഹാനായ ഈ ആഖ്യായികക്കാരൻ എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസിനെയാണ്. ചാൾസ് ഡിക്കൻസ് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് നോവലുകൾ എഴുതാൻ തുടങ്ങിയത്. അദ്ദേഹം 2-ാം പകുതിയിൽ പകുതിക്ക് വെച്ചും നമ്മൾ നോവൽ എഴുത്ത് അവസാനിപ്പിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലുകൾ അപ്പൊ പലതും പിന്നീട് സിനിമയായി. അദ്ദേഹം നോവൽ എഴുതി കഴിഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് ശേഷമാണ് സിനിമ എന്ന് പറയുന്ന മീഡിയം ഉണ്ടാകുന്നത്. ഈ സിനിമക്ക് മാത്രമാണ് ഈ കലകളിൽ സിനിമക്ക് മാത്രമാണ് ഒരു ജനന തീയതി ഉള്ളത് എന്ന് പറയാറ്. മറ്റു കലകൾക്കൊന്നും ജനന തീയതി ഇല്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. അപ്പൊ ഈ സിനിമയുടെ ആദ്യകാല സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള റഷ്യൻ ചലച്ചിത്രകാരനായ സെർജി ഐസൻസ്റ്റീൻ, അദ്ദേഹത്തിന്റെ വളരെ പരികൃഷ്ടമായിട്ടുള്ള ഫിലിം സെൻസ് എന്ന് പറയുന്ന കൃതി ഒരിടത്ത് വളരെ മുമ്പ് വായിച്ചൊരു ഓർമ്മയാണ്. ഒരിടത്ത് അദ്ദേഹം ചാൾസ് ഡിക്കൻസിന്റെ ഒരു വാക്യം ഉദ്ധരിക്കുകയും ആ വാക്യത്തിനകത്ത് 3 ഷോട്ടുകൾ ഉണ്ട് എന്ന് അപഗ്രഥിക്കുകയും ചെയ്തു. അപ്പൊ അതിലെ ദൃശ്യാത്മകത എന്ന് പറയുന്നത് ആ നോവലിനകത്ത് അതിൽ സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് കടന്നു വന്നതാണ്. അവബോധപൂർവം ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഡിക്കൻസിന്റെ ഒരു കൃതി ബ്ലീക്ക് ഹൗസ് എന്ന് പറയുന്ന നോവല് ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും വലിയ നോവലാണ് ബ്ലീക്ക് ഹൗസ്. അപ്പൊ ബ്ലീക്ക് ഹൗസിനകത്ത് ലണ്ടൻ നഗരത്തിൽ മഞ്ഞ് പരക്കുന്നതിന്റെ ഒരു വിവരണമുണ്ട്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമാണ്. ഇപ്പൊ 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ നോവലിന്. അപ്പൊ അതില് മഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് ലണ്ടനിലെ ഈ പള്ളികളുടെ മുകളിലൂടെ, കത്തീഡ്രലുകളുടെ മുകളിലൂടെ, തംസ് നദിയിലൂടെ, കെട്ടിടങ്ങളുടെ മുകളിലൂടെ ഒക്കെ ഇങ്ങനെ പരന്ന് ലണ്ടൻ നഗരമാകെ പരക്കുന്നതിന്റെ ഒരു വിവരണമാണ് ഡിക്കൻസ് അതിനകത്ത് ചെയ്തത്. അപ്പൊ അത് വളരെ വിവരണാത്മകമായിട്ടുള്ള ഒരു ആഖ്യാനമാണ്. പക്ഷെ അതിനകത്ത് ദൃശ്യങ്ങളുണ്ട്. നമുക്കത് കാണുമ്പോൾ ഒരു ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ പോവുകയും അത്
വിതൗട്ട് ബ്രേക്ക് അതിങ്ങനെ പോവുകയാണ്. ക്യാമറ ഇങ്ങനെ ലണ്ടൻ നഗരത്തിനെ മുഴുവനും സമഗ്രമായിട്ട് ഉൾക്കൊള്ളുന്ന വിധത്തിൽ. അപ്പൊ അത് പിന്നീട് പലരും അദ്ദേഹത്തിന്റെ നോവലുകൾ സിനിമകളാക്കിയിട്ടുണ്ട്. ഒരുപാട് നോവലുകൾ അദ്ദേഹത്തിന് സിനിമയായിട്ടുണ്ട്. അതിന്റെ ഹാർഡ് ടൈംസ്, ഡേവിഡ് കോപ്പർഫീൽഡ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, നിക്കോളാസ് നിക്കൽബി, ഒളിവർ ട്വിസ്റ്റ്, ടെയിൽ ഓഫ് ടു സിറ്റീസ് തുടങ്ങിയിട്ടുള്ള നോവലുകളൊക്കെ പലതവണ ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ട് തന്നെ പലതവണ സിനിമകളാക്കപ്പെട്ടു. നമ്മുടെ ആധുനിക കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാളായ റോമൻ പൊളാൻസ്കി അദ്ദേഹത്തിന്റെ സിനിമ ചെയ്തിട്ടുള്ളത് വളരെ അധികം കാലമായിട്ടില്ല. 2002 അദ്ദേഹം ഒലിവർ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പലരും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ദൃശ്യാത്മകത നമ്മുടെ സംവിധായകരെ ആവശ്യം ലോകമെമ്പാടുമുള്ള അത് പിന്നെ ബ്രിട്ടീഷ് സംവിധായകരെ മാത്രമല്ല ഹോളിവുഡ് സംവിധായകരെയും മറ്റു ഭാഷകളിലെ സംവിധായകരെയും ഒക്കെ ആ സിനിമകളിലെ ആ നോവലുകളിലെ ദൃശ്യാത്മകത ആവിഷ്കരിച്ചിട്ടുണ്ട്, അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ എഴുതിയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരനാണ് ഫ്രഞ്ച് എഴുത്തുകാരനായ ഗുസ്താവ് ഫ്ലോബേർ. അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള മാഡം ബോവറി എന്ന നോവൽ. ഈ നോവല് അശ്ലീലമാണ് എന്ന പേരിൽ കേസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ നോവലും പിന്നീട് പലതവണ സിനിമയാക്കപ്പെട്ടു. പക്ഷെ സിനിമയാക്കുന്നതിന് മുമ്പേ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ ആളാണ് ഫ്ലോബേർ. ഇതുപോലെ തന്നെ റഷ്യൻ എഴുത്തുകാര്, റഷ്യയിലുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാര് ഇപ്പോ ലിയോ ടോൾസ്റ്റോയാണ് വലിയ നോവലുകൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പല നോവലുകളും, പക്ഷെ അധികം സിനിമയുടെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. 1910 മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലുകൾ, പല നോവലുകൾ, ഇപ്പൊ അനാക്കരി നീനയും വാറൻ പീസ് പോലുള്ള മഹത് കൃതികളും ഒക്കെ അദ്ദേഹത്തിന്റെ ദ ഡെത്ത് ഓഫ് ഇവാൻ ഇല്ലീച്ച്, അങ്ങനെ പല കൃതികൾ, റിസറക്ഷൻ, ഇത്തരം നോവലുകൾ മുഴുവനും പിന്നീട് സിനിമകളാക്കിയിട്ടുണ്ട്. അപ്പൊ അത് സിനിമകളാക്കാനുള്ള സാധ്യതകൾ ആ നോവലുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫയദോർ ദോസ്തോയെവ്സ്കിയുടെ നോവലുകൾ, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ഡച്ചസ് കാലംസോ, ഇതൊക്കെ സിനിമയായിട്ടുണ്ട്, പലതവണ സിനിമയായിട്ടുണ്ട്. ടോൾസ്റ്റോയുടെ അനാക്കരി നീന പലതവണ സിനിമയായിട്ടുണ്ട്. അപ്പൊ അത് ആ നോവലിന് ഒരു ദൃശ്യഘടന ഉണ്ട് എന്നാണ് ഇത്തരത്തിൽ ചലച്ചിത്രകാരന്മാര് ഈ കൃതികളെ ആശ്രയിക്കുന്നതിന്റെ ഒരു കാരണം. ഇത് പിന്നീട് 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് എഴുത്തുകാർ, ആധുനിക എഴുത്തുകാരുടെ ഒക്കെ കൃതികളിലായി. ഇപ്പം നമുക്ക് വളരെ ഒരു എഴുത്തുകാരനായിട്ടുള്ള ഫ്രാൻസ് കാഫ്കയുടെ, അദ്ദേഹത്തിന്റെ വിഖ്യാതങ്ങളായിട്ടുള്ള 2 നോവലുകൾ, കാസിലും ട്രയലും, ഈ 2 നോവലുകളും വളരെ മികച്ച രീതിയിൽ സിനിമയായി. അത് ആൽബർട്ട് കാമുവിന്റെ ഔട്ട്സൈഡ്. ഇങ്ങനെ ഈ പല ഭാഷകളിൽ സാഹിത്യകൃതികൾ സിനിമയായി. ഇപ്പൊ അമേരിക്കൻ സാഹിത്യത്തിലുള്ള ഒരുപാട് കൃതികൾ, ഹെർമൻ മെൽവിലിന്റെ മൊബിഡിക്ക്, അതേപോലെ തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഫോർ ഹൂം ദ ബെൽ ടോൾസ്, ഫെയർവെൽ ടു ആംസ്, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ പോലുള്ള കൃതികൾ, അതേപോലെ തന്നെ വില്യം ഫോക്കനറുടെ എസൈലെ ഡൈയിങ് പോലുള്ള നോവലുകൾ, ഇതൊക്കെ സിനിമകളായിട്ടുണ്ട്. ആധുനിക കാലത്താണെങ്കിൽ ഇപ്പൊ ഷൂസെ സരമാഗോയുടെ ബ്ലൈൻഡ്നെസ് പോലുള്ള കൃതികൾ, ഗബ്രിയൽ ഗാർഷിയ മാർക്യൂസിന്റെ 100 Years Old, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, ഇതുപോലുള്ള പല കൃതികൾ, മാർക്യൂസ് സിനിമയ്ക്ക് ഒരുപാട് സിനിമക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഈ സിനിമ ആ സാഹിത്യത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സാഹിത്യത്തിലെ ഒരു ദൃശ്യാത്മകത ഉണ്ടെങ്കിലാണ് അതിലേക്ക് ഈ സംവിധായകർ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നത്. അതിന്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണം സത്യജിത് റായാണ്. സത്യജിത് റായ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സിനിമ ഫാദർ പാഞ്ചലിയൻ, വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ വിശ്വതമായിട്ടുള്ള നോവലാണ്. ആ നോവലിന് ഒരു ചിത്രകഥാരൂപത്തിൽ വരച്ച ആളാണ് സത്യജിത് റായ്. അത് അധികം അതിന് തിരക്കഥ എഴുതിയിട്ടില്ല. അതാണ് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം. ഫാദർ പാഞ്ചാലിക്ക് ഒരു തിരക്കഥ ഉണ്ടായിരുന്നില്ല. അതിനുണ്ടായിരുന്നത് അതിന്റെ ഒരു സ്റ്റോറി ബോർഡ് എന്ന് പറയാവുന്ന ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരു ആഖ്യാന രൂപമാണ് അതിനുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം അത് മുഴുവൻ കണ്ടിട്ടുള്ളത് വിഷ്വൽസ് ആയിട്ടാണ്, ദൃശ്യങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്.
അപ്പൊ അതിലുള്ള ഈ വിഷ്വൽ എലമെന്റ് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതാണ് സത്യത്തിൽ ആവിഷ്കരിച്ചത്. അതിന് എനിക്ക് എൻ്റെ ഓർമ്മ അതിൽ സത്യത്തിൽ എഴുതിയിട്ടുള്ള സത്യത്തിൽ സിനിമയെ കുറിച്ച് ഒരുപാട് അധികം എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് വിഭൂതിഭൂഷണനെ ഈ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ എത്രത്തോളമാണ് എന്നുള്ളത്. ഒരു ഒരു സാരി, ഒരു അതിലുള്ള ഒരു ക്യാരക്ടറിന്റെ, ഒരു വനിതാ കഥാപാത്രത്തിന്റെ സാരി ഇങ്ങനെ നീണ്ടുപോയിട്ട് ഒരു ചെടിയുടെ മുള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതിനെ കുറിച്ചിട്ട് വിഭൂതിഭൂഷൺ എഴുതിയതിനെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പൊ അതേപോലെ വിഭൂതിഭൂഷണം മറ്റു ചില ഒരു കൃതികൾ ജൽസാഗർ പുള്ളി ചെയ്തു. അതേ ആധുനിക കാല എഴുത്തുകാരായിട്ടുള്ള ശങ്കറിന്റെ സീമാബദ്ധ ചെയ്തു. സുനിൽ ഗംഗോപാധ്യായയുടെ അരണ്യർ ദിൻരാത്രി ചെയ്തു. ടാഗോറിന്റെ ചാരുലത നഷ്ടനീട് എന്ന് പറയുന്ന നോവല്, അതേപോലെ ഖരെ ബൈരെ തുടങ്ങിയിട്ടുള്ള നോവലുകൾ അദ്ദേഹം സിനിമ ചെയ്ത്. ഈ രീതിയിൽ ഉള്ള ഒരു ഈ തിരഞ്ഞെടുക്കലിന് നമ്മൾ സാഹിത്യകൃതികളെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ സാഹിത്യകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള, സാഹിത്യകൃതി എന്ന് ഞാൻ പറയുന്നത് ഞാൻ നോവലിനെ തന്നെയാണ് പറയുന്നത്, കഥകളെ കുറിച്ച് അതിൽ പറയുന്നില്ല. സാഹിത്യ കൃതികൾക്ക്, അത് നോവലുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആഖ്യാന ഘടന ഉണ്ടാകണം, ഒരു ദൃശ്യാത്മകത ഉണ്ടാകണം. ഇത് എല്ലാ നോവലുകളിലും ഉണ്ടാകണമെന്നില്ല. അതല്ലെങ്കിൽ എല്ലാ നോവലുകളും നമുക്ക് ചലച്ചിത്രത്തിന് ഇണങ്ങുന്നതാവണമെന്നില്ല. വളരെ ഈ സാഹിത്യാത്മകമായിട്ടുള്ള ലിറ്റററി എന്ന് പറയാവുന്ന തരത്തിലുള്ള നോവലുകൾ ധാരാളമുണ്ട്. ഇപ്പൊ പലരും നമ്മുടെ ഭാഷയിലുള്ള പല നോവലുകളും സിനിമയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല എഴുത്തുകാരുടെയും പിന്നെ സിനിമ കഥകൾ, നോവലുകൾ, ഇപ്പൊ ഉറൂബിന്റെ ഉമ്മാച്ചു, അതേപോലെ തകഴിയുടെ ചെമ്മീൻ, ചുക്ക്, അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങിയിട്ടുള്ള നോവലുകൾ, തകഴി ഈ കേശവദേവിന്റെ ഓടയിൽ നിന്ന്, പിന്നെ കെ സുരേന്ദ്രന്റെ കാട്ടുകുരങ്ങ്, നായ, പാറപ്പുറത്തിന്റെ അരനാഴിക നേരം അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പാറപ്പുറത്ത് മാവേലിക്കരക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആദ്യ കിരണങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല തുടങ്ങിയിട്ടുള്ള നോവലുകൾ സിനിമയായി. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് ദൃശ്യങ്ങളായിട്ട് അവയെ സങ്കല്പിക്കുന്ന എഴുത്തുകാരുണ്ട്. അവ ദൃശ്യങ്ങളല്ലാതെ ഈ വളരെ കാവ്യാത്മകങ്ങളായിട്ടുള്ള ബിംബങ്ങളായി സങ്കല്പിക്കുന്ന എഴുത്തുകാരുണ്ട്. അത് നമുക്കത് ആവിഷ്കരിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള ചില ഭാഗങ്ങൾ അത്തരം നോവലുകളിൽ ധാരാളമുണ്ട്. അതിനകത്ത് ദൃശ്യങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ട് ഒരാൾ നടന്നു പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, അതിനകത്തൊരു വിഷ്വലാണ്. അതേസമയത്ത് ഇപ്പൊ ഞാനൊരു മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നോവലായിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസത്തില് ഈ പള്ളിക്ക് അകമേ അനാദിയായ ദുഃഖം തളം കെട്ടി നിന്നു എന്ന് പറയുന്നു. ദുഃഖം പോലെ, സാന്ത്വനം പോലെ ഇരുട്ട് എന്ന് പറയുന്നു. അതിന്റെ അവസാന ഭാഗത്ത് മഴയുടെ സുരതാവേഗം ഒടുങ്ങി എന്ന് പറയുന്നു. അപ്പൊ ഞാൻ വെറുതെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതിനകത്ത് ഇപ്പോ ദുഃഖം പോലെ, സാന്ത്വനം പോലെ ഇരുട്ട് എന്ന് പറയുന്നത് നമുക്ക് മൂർത്തമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റാത്ത ഒരു കൽപ്പനയാണ്. അതേപോലെ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ആദ്യ വാക്യം, കൂമങ്കാവിൽ ബസ് ചെന്നിറങ്ങിയപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല എന്നാണ് നമ്മളിലാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതിനകത്ത് ദൃശ്യവൽക്കരിക്കാവുന്നതും ദൃശ്യവൽക്കരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ഭാഗം കൂടി ചേർന്നാണ് ആ വാക്യം. ഉദാഹരണത്തിന്, കൂമൻകാവിൽ രവി ബസ് ഇറങ്ങുന്നു എന്നുള്ളത് നമുക്ക് മൂർത്ത ബിംബമാണ്. ഒരു ബസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു, ആ ബസ് നിൽക്കുന്നു, രവി അതിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇത് എങ്ങനെയാണ് ഇദ്ദേഹം ഇത് സ്വപ്നങ്ങളിൽ കണ്ടുകണ്ട് ഹൃദിസ്ഥമാക്കിയതാണ്. അത് അദ്ദേഹം വന്നിട്ട് ഇവിടെ വന്ന് പരിചയപ്പെട്ടു പോയി അവിടുത്തെ പെട്ടക്കടയിൽ അവരുടെയൊക്കെ പരിചയം സ്ഥാപിച്ചു പോയതൊന്നല്ല. ഇത് കണ്ടുകണ്ട് എങ്ങനെയോ സ്വപ്നങ്ങളിൽ കണ്ടുകണ്ട് ഹൃദിസ്ഥമാക്കിയ ഒരു സ്ഥലമാണ്. അപ്പൊ ഇതിനകത്ത് ഈ വിജയന്റെ നോവലിന്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളും
ദൃശ്യാത്മകവും അതല്ലാത്തതുമായിട്ടുള്ള ഭാഗങ്ങളും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം സ്ഥിതി ചെയ്യുന്നു. ഇത് എല്ലാവരുടെ നോവലുകളും എല്ലാ നോവലുകളും നമുക്ക് പിന്നെ ഇതുപോലെ ദൃശ്യാത്മകമായിട്ട് കാണാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ അതിനെ ബന്ധിപ്പിക്കുന്ന ഉടനെ സിനിമ എന്ന് പറയുന്ന മാധ്യമമായിട്ടാണ്. കാരണം നോവലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മാധ്യമം, ലോകത്തെമ്പാടും സ്വീകരിക്കപ്പെടുന്ന ഒരു മാധ്യമം, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു മാധ്യമം. നാടകത്തെ ആയാലും കഥയായാലും സംഗീതത്തെ ആയാലും ചിത്രകലയായാലും ഏതിനെയും ഉൾക്കൊള്ളുന്ന മാധ്യമമാണ് സിനിമ. അത് നോവലിനെയും ഉൾക്കൊള്ളുന്നു. പക്ഷെ അത് നോവലിനെ ഉൾക്കൊള്ളണമെങ്കിൽ ആ നോവലിന് അതിൻ്റെതായിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു ഗുണപരമായിട്ടുള്ള ഒരു വശം ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ ഈ നോവലിൻ്റെ രചയിതാവ്, നോവലിലെ ആഖ്യാതാവല്ല, നോവലിലെ രചയിതാവിന് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യബോധം ഉണ്ടാകണം, ഒരു വിഷ്വൽ സെൻസ് ഉണ്ടാകണം. അത് എല്ലാ നോവൽ എഴുത്തുകാർക്കും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ആയുഷിന്റെ പുസ്തകം വന്നപ്പോൾ അതിനു മുമ്പ് ചരിത്ര മാധ്യമവുമായിട്ട് നല്ല പരിചയം സാധിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിനെ ദൃശ്യാത്മകമായിട്ട് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചത്. അതിനുശേഷം ഞാൻ എഴുതിയിട്ടുള്ള നോവലുകളിലും അവനവന്റെ ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ, ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, കാമമോഹിതം തുടങ്ങിയിട്ടുള്ള നോവലുകളിലും, ലൈബ്രറിയൻ അങ്ങനെയുള്ള നോവലുകളിലും ഞാൻ എഴുതുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യ സംരചന, ഈ നമ്മുടെ വാക്കുകൾ കൊണ്ട് കുറിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ദൃശ്യ സംരചന മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതില് ഈ കാര്യങ്ങളെ സംബന്ധിച്ചു അല്ലെങ്കിൽ അതിന് തുടർച്ചയായിട്ട് വരാവുന്ന ആലോചനകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളിൽ നിന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സാഹിത്യോത്സവം 51 ഈ വേദി അനശ്വരമാക്കി നോവലും ദൃശ്യാത്മകതയും എന്ന വിഷയത്തെപ്പറ്റി നമ്മോട് സംസാരിച്ച ശ്രീ CV ബാലകൃഷ്ണൻ സാറിന് നന്ദി. ഗ്രാമീണവും നാഗരികവുമായ യാഥാർത്ഥ്യങ്ങളെ കണിശമായി അപഗ്രഥിക്കുന്ന രചനകളിലൂടെ 70കളിൽ സാഹിത്യരംഗത്ത് ശ്രദ്ധേയനായി. നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തും. ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആയുസിന്റെ പുസ്തകം, കണ്ണാടിക്കടൽ, കാമമോഹിതം, ഒഴിയാബാധകൾ, ലൈബ്രറിയൻ, ഏതോ രാജാവിന്റെ പ്രജകൾ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ, ഒറ്റയ്ക്കൊരു പെൺകുട്ടി, ജീവിതമേ നീ എന്ത്, ജ്വാലാകലാപം, എള്ളിൻ പാടങ്ങൾ പൂവിടുമ്പോൾ, ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട, കുളിരും മറ്റു കഥകളും, സ്നേഹവിരുന്ന്, മാലാഖമാർ ചിറകു വീശുമ്പോൾ, പ്രണയകാലം, ഭവഭയം, പരൽമീൻ നീന്തുന്ന പാടം ഉൾപ്പെടെ 60ലേറെ കൃതികൾ. ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് 2000 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും VT മെമ്മോറിയൽ അവാർഡും ലഭിച്ചു. സിനിമയുടെ ഇടങ്ങൾ 2002 മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹമായി. പരൽമീൻ നീന്തുന്ന പാടത്തിന് 2ാമത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ദൃശ്യമാധ്യമങ്ങളുമായി സജീവ ബന്ധം പുലർത്തുന്ന ഇദ്ദേഹം ഏതാനും ഹ്രസ്വ ചിത്രങ്ങൾക്കും ഫീച്ചർ ചിത്രങ്ങൾക്കും തിരക്കഥ രചിച്ചിട്ടുണ്ട്. അടുത്തതായി സാറിനോട് സംസാരിക്കുവാനും നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും ക്ഷണിക്കുന്നു. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാടാ, പറഞ്ഞു. കേൾക്കാം. സാർ, എൻ്റെ പേര് ഹരിപ്രിയ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്തെന്നാല്, ഇപ്പം സാറ് പറഞ്ഞ ഈ ദൃശ്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു രംഗത്തിന്റെ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ദൃശ്യവൽക്കരണം അതിന്റെ ഇതിവൃത്തത്തിന്റെ ദിശയെ തന്നെ സ്വാധീനിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലെ സാറിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദാഹരണം പങ്കുവെക്കാനോ നമ്മളുമായിട്ട്? എന്താണ് ചോദ്യം? അത്ര വ്യക്തമായില്ലല്ലോ. ഒരു രംഗത്തിന്റെ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ദൃശ്യവൽക്കരണം അതിന്റെ ഇതിവൃത്തത്തിന്റെ ദിശയെ സ്വാധീനിച്ച ശ്രദ്ധേയമായ ഏതെങ്കിലും ഒരു ഉദാഹരണം പങ്കുവെക്കാൻ? എല്ലാ നോവലുകളിലും ഇത്തരത്തിലുള്ള ഒരു ദൃശ്യവൽക്കരണം നടക്കുന്നുണ്ട്. ഞാൻ MT വാസുദേവൻ നായരുടെ നോവലുകൾ
നമ്മുടെ വാസനാരുടെ പല നോവലുകളും സിനിമകളായിട്ടുണ്ട്. അസുരവിത്ത്, പാതിരാവും പകൽ വെളിച്ചവും തുടങ്ങിയിട്ടുള്ള നോവലുകൾ സിനിമകളായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല കഥകളുമാണ് പിന്നീട് സിനിമയായത്. രണ്ടാമതും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ MTയിൽ ഒരു ചലച്ചിത്രകാരനുണ്ട്, ഒരു തിരക്കഥാകൃത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഒരു നോവല് എഴുതുമ്പോൾ, ഇപ്പൊ രണ്ടാമതും എഴുതുമ്പോൾ അദ്ദേഹം ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു ദൃശ്യമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രം ആരാണ്? അപ്പൊ MT എവിടെയോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഒരു നോവല് അല്ല ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു നടനെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാറില്ല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരായ മോഹൻലാലോ മമ്മൂട്ടിയോ അവരെ കണ്ടുകൊണ്ട് കഥാപാത്രത്തെ സൃഷ്ടിക്കാറില്ല. അദ്ദേഹം ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു രൂപമുണ്ട്, ഒരു ആകാരം ഉണ്ട്. അതിന് യോജിക്കുന്നതാരാണോ അവരെ അതിനകത്ത് കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് MT സംവിധായകരോട് പറയാറുള്ളത്. അതിപ്പോ നമുക്ക് ആരെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ഇപ്പോ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ ചെറുകഥ പള്ളിവാളം കരച്ചിന് മുമ്പിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. അത് ചെയ്യുമ്പോൾ പിന്നെ അതിലെ വെളിച്ചപ്പാടിന്റെ കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് ശങ്കരാടിയാണ്. അപ്പൊ ശങ്കരാടി ചേട്ടൻ അത് കണ്ട് അത് വായിച്ചു പറഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇതിന് നല്ലത് ആന്റണി ആശാനാണ്. അങ്ങനെ അന്ന് ഏതാണ്ട് സിനിമയിൽ നിന്ന് വിരമിച്ചു കഴിയുന്ന PJ ആന്റണിയുടെ അടുത്ത് MT പോവുകയും അദ്ദേഹത്തെ അതിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മലയാളത്തിലെ അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം കിട്ടുകയും ചെയ്തു. പക്ഷെ അതിനകത്ത് നമുക്കിപ്പോൾ അറിയാം, അതിനകത്ത് ഏറ്റവും യോജിച്ച ആള് PJ ആന്റണി ആയിരുന്നു. അപ്പൊ ഇത് ഈ പിന്നെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ആ കഥാപാത്രത്തിന്റെ രൂപം എന്താണ് എന്നുള്ളത് മനസ്സിലുണ്ടാവും. ഞാൻ MT ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ ഞാൻ പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു സിനിമ എന്ന നിലയിൽ പരാജയപ്പെട്ട ഒരു ചിത്രമാണ് വാനപ്രസ്ഥം. തീർത്ഥാടനം എന്ന പേരിലാണ് അത് സിനിമയായത്. അത് പിന്നെ സിനിമയായിട്ട് ഞാൻ ഒരിക്കലും MTയോട് സംസാരിച്ചപ്പോൾ എന്നോട് MT പറഞ്ഞു അതൊരു പുതിയ കക്ഷിയാണ് ചെയ്തത്. MT പറഞ്ഞു അത് മിസ്കാസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ പ്രശ്നം. അതായത് അതിനകത്തുള്ള ആ മാഷയുടെ കഥാപാത്രം അതിൽ ചെയ്തിട്ടുള്ളത് ജയറാമാണ്. ശരിക്കും ജയറാമിന് യോജിച്ച ഒരു കഥാപാത്രമേ ആയിരുന്നില്ല. കാരണം ജയറാമിന്റെ അഭിനയത്തിൻ്റെതായ ഒരു റേഞ്ച് ഉണ്ട്, അതിൻ്റെ ഒരു ഒരു രൂപമുണ്ട്, ഒരു അല്പം കോമഡിയൊക്കെ കലർന്നിട്ടുള്ള രീതിയിലുള്ള അഭിനയങ്ങളാണ് ചെയ്തത്. എൻ്റെ 3 ചിത്രങ്ങളിൽ നായകനായിരുന്നു ജയറാം. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കഥാപാത്രം നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ സെറ്റിലായിട്ടുള്ള ഒരു ഭാവം അഭിനയിക്കേണ്ടുന്ന ഒരു കഥാപാത്രത്തിൽ, പക്ഷെ പ്രായമുള്ള ആൾ വേണം, മേക്കപ്പ് ചെയ്ത് പ്രായം കൂട്ടുകയാണ്, അങ്ങനെ അവതരിപ്പിക്കുന്നു. അപ്പൊ അതൊരു മിസ്കാസ്റ്റിങ്ങിനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് മിസ്കാസ്റ്റിംഗ് ആണ് എന്ന് MTക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? MTയുടെ മനസ്സിൽ വേറെ ഒരു രൂപമുണ്ട്. അത് ഈ എഴുത്തുകാർ എഴുതുമ്പോൾ അത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാവണമെന്നില്ല. കാരണം അത് അങ്ങനെ ഒരു രൂപം, കൃത്യമായ രൂപം സങ്കല്പിച്ചിട്ടാണോ എഴുത്തുകാർ എഴുതുന്നതെന്ന് നമുക്ക് എല്ലാവരും സംബന്ധിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് എൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കൃത്യമായിട്ടുള്ള ഒരു രൂപം സങ്കല്പിച്ചിട്ടുണ്ട്. ആയിഷന്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു രൂപം ഉണ്ട്. അത് ഇന്ന ആളാണ് അനി അല്ലെങ്കിൽ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നുള്ള ഒരു രൂപം എനിക്കുണ്ട്. അപ്പൊ അതിനെ ഇപ്പൊ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എൻ്റെ കഥാപാത്രങ്ങൾ തന്നെയാണ്. അവരൊക്കെ ഈ പൗലോ ആയാലും തോമ ആയാലും ഒക്കെ എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ള രൂപങ്ങളുണ്ട്. കാമമോഹത്തിലെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുള്ള ഒരു നോവലാണ് കാമമോഹിത. അതിലെ കഥാപാത്രങ്ങൾക്കും നിയതമായിട്ടുള്ള രൂപങ്ങൾ ഉണ്ട്. നന്ദി സർ. സാറിന്റെ ആത്മാവിന്റെ പുസ്തകം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. സാർ, അടുത്തത് ഇൻബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപർണ MSM കോളേജ് കായംകുളം. സാറിന്റെ ആദ്യകാല നോവലുകളെല്ലാം വിപ്ലവം തുളുമ്പുന്നതായിരുന്നു. അതിൽ നിന്നും പിന്നീട് വന്ന നോവലുകളുടെ പ്രമേയം വ്യക്തി ദുഃഖങ്ങളിലേക്കും സമൂഹ ദുഃഖങ്ങളിലേക്കും വഴിമാറി അധികാരത്തിന്റെ പിടിയിൽ ഇല്ലാതാകുന്ന സാധാരണ മനുഷ്യന്റെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇങ്ങനെ പ്രമേയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പ്രചോദനമായത് എന്ത് എന്നൊന്ന് വിശദീകരിക്കാമോ?
അല്ല, ഞാൻ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രമേയങ്ങളാണ് നോവലുകളിൽ ഞാൻ കൈകാര്യം ചെയ്യാറുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാന ശൈലികളുമാണ് അതിനകത്ത് ഉപയോഗിക്കാറുള്ളത്. ആയുസിന്റെ പുസ്തകത്തിലെ ആഖ്യാന ശൈലിയല്ല കാമമോഹിതം എന്ന് പറയുന്ന നോവലിനകത്ത് ഉള്ളത്. അപ്പൊ ഇതില് ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ആദ്യകാലത്ത് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുള്ള കാലത്ത്, അതായത് 20കളിലാണ്, ആ സമയത്ത് നമുക്കൊരു പിന്നെ ഒരു ഇടതുപക്ഷ ആശയങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ചില നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഉപരോധം, പുരാവൃത്തം എന്ന പേരിൽ സിനിമയായിട്ട് ലെനിൻ രാജേന്ദ്രൻ സിനിമ ചെയ്തിട്ടുള്ള നോവലാണ് പുരാവൃത്തം. ചെറിയ നോവല്. അപ്പൊ അവിടെ മലബാറിലുണ്ടായിട്ടുള്ള ഒരു പഴയ ഒരു സംഭവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള നോവലാണ്. അപ്പൊ അത് ഇപ്പൊ 70കൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ താല്പര്യങ്ങൾ മാറി, എൻ്റെ പരിഗണനകൾ മാറി, അതില് ഈ വിഷയങ്ങൾ അതിനനുസരിച്ച് മാറി വന്നു. ആയുസിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഏകാന്തതയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ പശ്ചാത്തലം ഈ മലയോര ഗ്രാമമാണ്, ക്രൈസ്തവമായിട്ടുള്ള ബിംബങ്ങൾ, ബിബ്ലിക്കലായിട്ടുള്ള ഒരു ഭാഷയൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയത്ത് ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറെ കൂടി അതിലെ ഭാഷ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ ആഖ്യാന തലം വളരെ വ്യത്യസ്തമാണ്. അതിലെ കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമാണ്. സ്വാതന്ത്ര്യ സമരം തൊട്ടിട്ടുള്ള ഒരു കാലഘട്ടം. സ്വാതന്ത്ര്യ സമര കാലത്തുള്ള വളരെ സാത്വികനായിട്ടുള്ള ഒരാളിൽ തുടങ്ങിയിട്ട് അയാളുടെ മകനായിട്ടുള്ള ഇടതുപക്ഷ തീവ്രവാദത്തിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരു മകനിലേക്ക് വരുന്ന വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു നോവലാണ്. ഒരു ചരിത്രാഖ്യായിക എന്ന് ഞാൻ അതിനെ പറയില്ല, പക്ഷെ അതിനകത്ത് വേറെ പ്രമേയങ്ങൾ. അതേസമയത്ത് ഈ അവനവന്റെ ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ എന്ന് പറയുന്ന നോവലിനകത്ത് ഈ പുരുഷ ലൈംഗികത എന്ന് പറയുന്ന ഒരു പ്രമേയമാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അത് ഈ രണ്ട് നോവലുകളായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കാമമോഹിതം എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഒരു പൗരാണിക ആഖ്യാന പാരമ്പര്യത്തിലുള്ള ചില കഥകളുടെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ ഇപ്പോഴേ ചില കഥാസരിസാഗരത്തിലൊക്കെയുള്ള കഥകളുടെ ഒരു പാറ്റേണിലാണ് ആ കാമമോഹിതം ചെയ്തിട്ടുള്ളത്. അതിന്റെ കാലമാണെങ്കിൽ വളരെ പഴയതുമാണ്. ഒരു നമ്മുടെ ഇതിഹാസ കാലത്ത്, ഏതാണ്ട് ഒരു ഇതിഹാസ കാലത്തോട് അടുപ്പിച്ച് ആണ് ആ കഥ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് ചിലർക്ക് അത് ആകർഷകമായിട്ട് തോന്നും. ഇപ്പൊ തകഴി ശിവശങ്കർ പിള്ള ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത് ഈ കാമമോഹിതത്തെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹം അവസാന കാലത്ത് ഈ വേദകാലവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബൃഹത് നോവൽ ആലോചിച്ചിരുന്നു. അപ്പൊ അത് ആ സമയത്താണ് അദ്ദേഹം കാമമോഹിതം വായിക്കുന്നത്. അപ്പൊ അത് എന്തോ അദ്ദേഹത്തിന് ആകർഷകമായിട്ട് തോന്നി. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അന്ന് പൊൻകുന്നം വർക്കിയുണ്ടായിരുന്നു. പൊൻകുന്നം വർക്കി എന്നോട് ചോദിച്ചത് ഈ ആയുസിന്റെ പുസ്തകം നീയാണോ എഴുതിയതെന്നുള്ളതാണ്. കാരണം അത് നമുക്കറിയാം, ഈ ക്രൈസ്തവ സഭാമേതത്വത്തോട് കലഹിക്കുകയും അതിലെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എടുത്തു കാണിക്കുകയും വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള രചനകൾ സാധിക്കുകയും ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങൾ പല രീതിയിൽ നടത്തുകയും ചെയ്ത ആളാണ് പൊൻകുന്നം വർക്കി. അപ്പൊ അദ്ദേഹത്തിന് കൗതുകകരമായിട്ട് തോന്നിയത് ഈ ഒരുപക്ഷെ ഒരു ക്രൈസ്തവനല്ലാത്ത ഒരാൾ ഈ രീതിയിൽ ഈ ക്രൈസ്തവരുടെ ലോകത്തെ ആവിഷ്കരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ രീതിയിലുള്ള പ്രമേയ പരിഗണനകളും മാറി വരുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മുടെ കാലത്തിനനുസരിച്ച്, നമ്മൾ അറിയുന്ന ജീവിതത്തിനനുസരിച്ചിട്ട്, നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്കനുസരിച്ചിട്ട്, ഈ ലോകത്തിന്റെ പരിണാമങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടേ ഇരിക്കും. അത് സ്വാഭാവികമായിട്ടും കൃതികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. താങ്ക് യു സർ. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം, പറയാം. സാർ നമസ്കാരം. എൻ്റെ പേര് പാർവതി. എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത് അങ്ങയുടെ ആത്മാവിനോട് ചേരുന്ന എന്നുള്ള ഓർമ്മക്കുറിപ്പ്, ആ പുസ്തകത്തെ പറ്റിയിട്ടാണ്. അതിലാണെങ്കിൽ തന്നെ പല ഭാഗങ്ങളിലൂടെ അങ്ങ് വാക്കുകളിലൂടെ പല വ്യക്തികളുടെയും ജീവിതത്തെയാണല്ലോ വരച്ചു കാട്ടാൻ അങ്ങ് പോയിട്ടുള്ളത്. ആ അർബുദ ശരീരത്തിലെ നട്ടെല്ല് എന്നുള്ള ഭാഗത്താണെങ്കിൽ പോലും ആ ജീവിതങ്ങളെ അക്ഷരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആ ഒരു എഴുത്തിലേക്ക്, ആ പുസ്തകത്തിന്റെ എഴുത്തിലേക്കുണ്ടായ ആ സാഹചര്യത്തെ പറ്റി അറിയാം. ഈ ആത്മാവിനോട് ചേരുന്നത് എന്ന് പറയുന്നത് ഈ കോഴിക്കോട് നഗരവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃതിയാണ്. നമ്മൾ ഈ വിഷയമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയാം, നോവലല്ല അത് ഒരു പരമ്പരയായിട്ട് മാതൃഭൂമിയുടെ വാരാന്തപത്തിൽ വന്നിട്ടുള്ള കൃതികളാണ്. ആ സമയത്ത്
കോഴിക്കോട് നഗരമായിട്ട് ഒരു 70കളുടെ തുടക്കം തൊട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെയുള്ള പല വ്യക്തികൾ, പ്രത്യേകിച്ചിട്ടും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രകാരിയും കവിയും വലിയ പണ്ഡിതനുമായിട്ടുള്ള എൻ വി കൃഷ്ണ വാര്യർ, MT വാസുദേവൻ നായർ, അവിടെയുള്ള പിന്നീട് ഞാൻ പരിചയപ്പെടാനിടയായ മറ്റു പലര്, പിന്നെ പുതിയ കാലത്തെ അവിടുത്തെ ഫോട്ടോഗ്രാഫറായ റസാഖ്, പാട്ട് എഴുത്തുകാരനായ ഗിരീഷ് പുത്തഞ്ചേരി, അതേപോലെ മൾബറി ബുക്സിന്റെ ഉടമയായിട്ടുള്ള ഷെൽവി, എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന നാടകകൃത്ത് PM താജ്, KT മുഹമ്മദ്, പിന്നെ അവിടെയുള്ള സിനിമാ നടന്മാർ, എൻ്റെ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബാലൻ K നായർ, വിരവട്ടം പപ്പു, മാമുക്കോയ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ അടുപ്പം, അത് ഈ നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലിപ്പം പറഞ്ഞ NN കക്കാടിന്റെ അവസാനം അർബുദം വന്നിട്ട് അദ്ദേഹത്തിന് ഒരു കാറ്റ് തട്ടുന്നത് പോലും നോവുളവാക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു അനുഭവമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അവസാനം. അപ്പൊ അതാണ് എന്നിട്ട് ഞാൻ എൻ്റെ ഈ നാട്ടിൽ ആർക്കും ഒരു പണയം വെച്ചിട്ടില്ല എന്ന് പറയാവുന്ന ഒരു ആർജവും ഈ കിടപ്പിൽ കിടക്കുമ്പോഴും കക്കാടിന് ഉണ്ടായിരുന്നു. അതാണ് അതിൽ എഴുതിയത്. അപ്പൊ അതിനകത്ത് ഇപ്പം P കുഞ്ഞിരാമൻ നായരെ പോലുള്ള ഒരാള് കോഴിക്കോട് അവിടെ വന്ന് പ്രസാധകന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തുകെട്ടി നിന്ന് ഒരു മുറിയെടുക്കാൻ കാശില്ലാതെ ഒരു 3ാം ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ പോയിട്ടിരുന്ന് ഈ മുട്ടകളുടെ കടിയുള്ള ബെഞ്ചിൽ ഇരുന്നിട്ട് ഒരു മാറ്റർ എഴുതി അത് കൊണ്ടുപോയിട്ട് പ്രസാധകനെ കൊടുത്ത് അവിടെ പ്രസാധകനെ കാത്തിട്ട് അവിടെ നിൽക്കുന്ന ഒരു വിഷ്വൽ, ഒരു ദൃശ്യമുണ്ട് അതിനകത്ത്. ഒരു അന്നത്തെ വലിയൊരു എഴുത്തുകാരൻ ഇങ്ങനെ വളരെ ദയനീയവുമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന നഗരത്തിൽ. അപ്പൊ ആ നഗരം ഈ എഴുത്തുകാരെ ഒരുപാട് പേരെ വളർത്തിയ നഗരമാണ്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നഗരമാണ്. SK പൊറ്റക്കാടിനെ പോലുള്ള ആളുകൾ പിന്നെ ഈ ലോകയാത്രകൾ നടത്തിയിട്ടുള്ളത് അവിടെ നിന്നാണ്. ചിന്തരവി എന്ന് വിളിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന രവീന്ദ്രൻ പുറപ്പെട്ടു പോയതും തിരിച്ചെത്തിയതും അവിടെയാണ്. അപ്പൊ ആ നഗരം ഒരുപാട് പേരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴും അത് സാഹിത്യ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. സാഹിത്യമായിട്ട് അതിന് അത്രയേറെ ബന്ധമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഗ്രാമമായിട്ടുള്ള തലയോലപ്പറമ്പിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയും ബേപ്പൂരിൽ താമസിക്കുകയും പിന്നീട് ഒരു കോഴിക്കോട്ടുകാരനായിട്ട് മാറുകയും ചെയ്തു. MT അങ്ങനെ തന്നെയാണ്. MT ഈ കൂടല്ലൂരിൽ, പാലക്കാട് ജില്ലയിലുള്ള കൂടല്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ജോലി സംബന്ധമായിട്ട് വരുന്നു, അവിടെ താമസിക്കുന്നു, പിന്നീട് കോഴിക്കോട്ടുകാരനായിട്ട്. ഉറൂബും അങ്ങനെ തന്നെ. അപ്പൊ ഇങ്ങനെ ഈ പലരും അവിടെ വരികയും ആ നഗരവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇവരിൽ പലരുമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അത് എൻ്റെ ഒരു രചനാ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായിരുന്നു. നഗരത്തോടും നഗരത്തിലെ വലിയ മനുഷ്യരോടുമുള്ള ബന്ധം, അതാണ് ഞാൻ അതിൽ ആത്മാവിനോട് ചേരുന്നത്. ഇതെല്ലാം നമ്മൾ ആത്മാവിലേക്ക് ചേരുന്നതാണ്. ഈ നഗരത്തിന്റെ വീതികൾ, നഗരത്തിന്റെ ഒരു ഭാഗത്തുള്ള സമുദ്രം, അതിൻ്റെയുള്ള കടൽപ്പാലം, കാറ്റാടി മരങ്ങൾ, അവിടെയുള്ള ആകാശവാണിയുടെ നിലയം, അവിടെ ജോലി ചെയ്തിരുന്ന KA കൊടുങ്ങല്ലൂരിനെ പോലുള്ള പ്രതിഭകൾ, ഇതിലൊക്കെയും നമ്മളെ പലതരത്തിലും സ്വാധീനിച്ചിട്ടുള്ളതാണ്. ആ ഒരു സ്വാധീനം എത്രത്തോളം ഗാഠമാണ് എന്ന് രേഖപ്പെടുത്താനാണ് ഞാൻ ആത്മാവിനോട് ചേരുന്നത് എഴുതിയത്. താങ്ക് യു സാർ, വളരെ സന്തോഷം. ഹലോ സാർ. ഹലോ, എന്റെ പേര് കാർത്തിക. ഞാൻ KCT കുന്നത്തിലെ വിദ്യാർത്ഥിനിയാണ്. പറയൂ, കേൾക്കാം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സമകാലിക കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെയും, ഈ രാഷ്ട്രീയ ധ്രുവീകരണം, സാമൂഹ്യ അനീതി തുടങ്ങിയ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ എഴുത്തുകാരന്മാർ വിമർശിക്കപ്പെടുകയും എഡിറ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് സംവിധായകർക്കോ അല്ലെങ്കിൽ എഴുത്തുകാർക്കോ സ്വതന്ത്രമായി അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാനത് എഴുത്തുകാർ പലരും ഈ സ്വയം വിലക്ക് ഏർപ്പെടുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ ഈ ഭരണകൂടം അവരെ നിശബ്ദരാക്കുകയോ ഭരണകൂടം അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയോ അല്ല പലപ്പോഴും ചെയ്യുന്നു. എഴുത്തുകാർ ലോകത്ത് എവിടെയും ഈ രീതിയിലുള്ള ഒരു അധികാരത്തിൻ്റെതായിട്ടുള്ള പ്രതിരോധം അവർ നേരിട്ടിട്ടുണ്ട്.
ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലർ പുസ്തകങ്ങൾ കത്തിച്ച് കളയുക എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറുടെ ഒരു വിനോദം. സ്റ്റാലിന്റെ കാലത്ത് നിരവധി എഴുത്തുകാർ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു, പലായനം ചെയ്തു. അതുപോലെ ഇറ്റലിയിൽ നിന്ന് മുസോളിനിയുടെ കാലത്ത് നിരവധി എഴുത്തുകാർ അവിടെ അങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് പോയി. പക്ഷേ എഴുത്തുകാരൻ അവൻ്റെതായിട്ടുള്ള ഒരു ധീരത കാണിക്കേണ്ടതാണ്. അത് ഈ ഭരണകൂടം അത് എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല. എഴുത്തുകാർ അവരുടേതായിട്ടുള്ള ഒരു സത്യസന്ധത പുലർത്തേണ്ടതാണ്, യാഥാർത്ഥ്യങ്ങളെ അവർ വിലയിരുത്തേണ്ടതാണ്. പക്ഷെ പലരും, നമ്മുടെ എഴുത്തുകാർ പലരും ചെയ്യുന്നത് ഈ അധികാര സ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അധികാര സ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവര് പല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അവര് അവഗണിക്കുന്നു, അവയെ നേർക്ക് കണ്ണടച്ച് കാണിക്കുന്നു. അപ്പൊ അത് ബേസിക്കലി അത് സത്യസന്ധത ഇല്ലായ്മയാണ്. സത്യസന്ധതയുള്ള ആളുകൾ അവര് ധീരമായിട്ട് അതിനെ നേരിടും. ഇപ്പൊ നമ്മുടെ കാലത്തുള്ള ഒരു അനുഭവം ഞാൻ പറയട്ടെ, ഞാൻ പങ്കുവെക്കട്ടെ. ഇപ്പൊ പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, ഇത് ഇപ്പോഴും തമിഴിലെ വലിയ എഴുത്തുകാരനാണ്. ഒരുപാട് കൃതികൾ ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അവിടുത്തെ ഒരു ഏതൊരു ജാതി നേതൃത്വമോ മത നേതൃത്വമോ പാർട്ടിയോ ഒക്കെ അദ്ദേഹത്തിനോട് എതിർപ്പ് കാണിക്കുകയും അദ്ദേഹത്തിന്റെ കൃതിക്കെതിരായിട്ട് നാഗേശ്വരനോ മറ്റു പറഞ്ഞ ഒരു കൃതിക്കാണ്, അതിനെതിരായിട്ട് പിന്നെ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ പെരുമാൾ മുരുകൻ എന്താണ് ചെയ്തത്? ഞാൻ ഇനി എഴുതുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതിങ്ങനെ ഒരു എതിർപ്പ് വരുന്നത് കൊണ്ട് ഈ തമിഴ്നാട്ടിൽ ഈ ജാതീയമായിട്ടുള്ള വലിയ വിവേചനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവർ എന്തെങ്കിലും മറ്റൊരു സമുദായത്തിൽ പറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എതിർപ്പുകളുണ്ട്. അപ്പൊ അത് നേരിടാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ ഈ പെരുമാൾ മുരുകൻ എഴുതാൻ പാടില്ല ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇപ്പോഴദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എഴുതുന്നത് കുറെ കൂടി മയപ്പെടുത്തിയിട്ടാവാം ഒരു പക്ഷേ, എനിക്കറിയില്ല. പക്ഷേ എഴുത്തുകാരൻ അവൻ്റെതായിട്ടുള്ള ഒരു സത്യസന്ധത പുലർത്തുകയും ഈ അധികാരത്തിനെതിരായിട്ട് ഈ സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുകയും മാനുഷികതയുടെ ഒരു പക്ഷത്ത് നിൽക്കുകയും വേണം എന്നാണ് എൻ്റെ എക്കാലത്തെയുള്ള അഭിപ്രായം. അതിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ സർക്കാരിൻ്റെ പുരസ്കാരങ്ങളോ മറ്റു പദവികളോ ഒന്നും ലഭിക്കാതിരിക്കാം. അത് അപ്രിയ സത്യങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ അയാൾക്ക് ചിലപ്പോൾ മരണം തന്നെ നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ അത് നേരിടാനുള്ള സന്നദ്ധത എഴുത്തുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുക. സാർ നമസ്കാരം. നമസ്കാരം സാർ, എൻ്റെ ചോദ്യം സാറിന്റെ നോവലിലെ ഭാഷയും ഈ ദൃശ്യാത്മകതയുമായിട്ട് ബന്ധപ്പെട്ടൊന്നാണ്. സാറിന്റെ ആദ്യകാല നാടകം ആകാശവാണിയിലൂടെ പുറത്തു വന്ന ആ നാടകം മുതലാണെങ്കിലും ഐസിന്റെ പുസ്തകത്തിന് മുമ്പ് വരെ അതിലെ ഭാഷ വടക്കൻ കേരളത്തിലെ ഭാഷയായിരുന്നു. ആ ഒരു ഭാഷ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഐസിന്റെ പുസ്തകത്തെ നമ്മൾ പരിഗണിക്കുന്നത് ദൃശ്യാത്മകത കൂടുതലായിട്ടുള്ള ഒരു നോവൽ എന്ന രീതിയിലാണ് പരിഗണിക്കുന്നത്. എന്നാൽ അതിലെ ഈ ഒരു ഭാഷയുടെ മാറ്റം പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഭാഷയിലെ മാറ്റം ദൃശ്യാത്മകതയെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടോ? ഒരു ഘട്ടം വരെ ആദ്യകാല നോവലുകളും ആദ്യകാലത്തെ ചില കഥകളും ഒക്കെ ഈ രീതിയിൽ ഈ വടക്കൻ കേരളത്തിന്റെ ഒരു ഭാഷയിലാണ് എഴുതിയിരുന്നത്. പല കഥകളും, ഇപ്പൊ കുളിര് എന്ന് പറയുന്ന കഥ, ഉപരോധം എന്ന് പറയുന്ന നോവല്, വേറെ ചില ലഘുരചനകളും ഒക്കെ കഥകളും ഒക്കെ ആ ഒരു ഭാഷയിലാണ് എഴുതിയിരുന്നത്. പക്ഷെ പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു. അത് എനിക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ അത് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പ് ഇല്ലതാനും. പക്ഷെ ബോധപൂർവമായിട്ട് നമ്മുടെ ഈ ഒരു ദേശത്തെ എഴുതുക എന്ന് പറഞ്ഞ പ്രാദേശിക വാക്കുകൾ ഇങ്ങനെ തിരികെ എഴുതുന്ന ഒരു രീതിയോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അപ്പൊ ഇത് ഇപ്പൊ ചോദിച്ചല്ലോ, ഈ ആയുസിന്റെ പുസ്തകം യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിട്ടുള്ളത്. അത് പലരും തെറ്റിദ്ധരിച്ചത് അത് പാലായുടെയോ കാഞ്ഞിരപ്പള്ളിയുടെയോ പശ്ചാത്തലത്തിലാണെന്നുള്ളത്. അങ്ങനെ ധരിച്ച പലരും ഉണ്ടായിരുന്നു. അങ്ങനെയല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴ് കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മലയോരത്തുള്ള ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. പക്ഷേ അവിടെ ഉള്ള ജനങ്ങൾ എന്ന് പറയുന്നത് ഈ ഉത്തര കേരളത്തിലെ മുംബൈയുള്ള ഈ തദ്ദേശീയര് എന്ന് പറയുന്നവരല്ല. അവിടെ ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് അവിടേക്ക് കുടിയേറി പാർത്തവരാണ്. അതിൽ കാഞ്ഞിരപ്പള്ളിയിലുള്ള ആളുകളുണ്ട്, പാലായിലുള്ള ആളുകളുണ്ട്,
അവരുടെ ഈ പൈക, ഭൂവർണി എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് നമ്മുടെ ഈ വടക്കൻ കേരളത്തിലെ ഭാഷ അവർക്ക് അറിഞ്ഞുകൂടാ. അവരുടേതായിട്ടുള്ള ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ഭാഷ, വിനിമയത്തിനുള്ള ഭാഷ ആയുസിന്റെ പുസ്തകത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. പലരും നമ്മൾ സാധാരണ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഈ മറ്റേ തിരുവിതാംകൂർ ഭാഷ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ മുടത്തുർക്കിയുടെ നോവലുകളിൽ, പാറപ്പുറത്തിന്റെ നോവലുകളിലൊക്കെയുള്ള ഒരു സംസാര ഭാഷയുണ്ട്. ആ ഭാഷ ഞാൻ അതിന് ഉപയോഗിച്ചത്. അതിന് പകരം കുറച്ചുകൂടി ഒരു ശൈലീകൃതമായ, സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതില് പിന്നെ ഈ പഴയ നിയമത്തിലെ, പഴയ സത്യവേദ പുസ്തകത്തിലെ പഴയ നിയമത്തിലുള്ള ഒരു ഭാഷ, പദങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പഴയ ചില പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ്, വർത്തമാന പുസ്തകത്തിലോ അതുപോലെ ഇപ്പൊ ചാവറ ഏലിയാസ് അച്ഛൻ്റെ കൃതികളിലൊക്കെ നമുക്ക് കാണാവുന്ന ചില പഴയ മലയാളം ഉണ്ട് അതിനകത്ത്. ആ ഒരു ഭാഷ അതിനകത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഭാഷയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നോവലിന്റെ പശ്ചാത്തല പ്രദേശത്ത്, അതിന്റെ പേര് ഇതിൽ പറഞ്ഞിട്ടില്ല, സ്ഥലത്തിന്റെ പശ്ചാത്തല പ്രദേശത്ത് ഈ തദ്ദേശീയര് താമസിക്കുന്നുണ്ട്. അവര് ഇവിടുത്തെ സാധാരണ ഭാഷ, ലോക്കൽ ഭാഷ അവർ സംസാരിക്കുന്നുണ്ട്. അവിടെ ആദിവാസി വിഭാഗങ്ങളുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഭാഷ അവർ സംസാരിക്കുന്നുണ്ട്. അവർ ഓരോ വാക്കുകളൊക്കെ പ്രത്യേകമായിട്ടുള്ള വാക്കുകളാണ് അത് അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പിന്നെ രണ്ട് സമൂഹങ്ങളെയും അതിൽ നിന്ന് പാടെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ആ നോവല് എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കഥാപാത്രം അതിനകത്തേക്ക് വരുന്നില്ല. അവരെല്ലാവരും അതിൽ ഉള്ളത് അവർ കുടിയേറ്റക്കാരിൽ നിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവർ കുടിയേറ്റത്തിന്റെ യാതൊരു ഗൃഹാതുരത്വം അനുഭവിക്കുന്ന ആളുകളല്ല. അവരുടെ പൂർവികരാണ് അവിടെ കുടിയേറി പാർത്തത്. 40കളിൽ കുടിയേറി പാർത്തവരുടെ 3ാം തലമുറയിൽപ്പെട്ട ആളാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. പക്ഷെ അവരുടേതൊരു ഭാഷ നിലനിർത്തുന്നുണ്ട്. ആ ഭാഷ അത് അവർ മുമ്പ് സംസാരിച്ചതാണ്. എവിടെ നിന്നാണോ പുറപ്പെട്ടു വന്നത് ആ സ്ഥലത്ത് നിന്ന് അവർ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഭാഷാ വരം, ബൈബിളിൽ പറയുന്ന പോലെ ഒരു ഭാഷാ വരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ചോദിച്ചതുപോലെ ഈ ആയുസിന്റെ പുസ്തകം എഴുതുമ്പോൾ കുറെ കൂടി ദൃശ്യാത്മകതയിലേക്ക് ഞാൻ പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം അപ്പോഴേക്കും ഞാൻ അതിന് കാരണം നേരത്തെ ഞാൻ പറഞ്ഞു. ആ ഘട്ടമാകുമ്പോഴേക്കും എൻ്റെ ഒരു ചലച്ചിത്ര പരിചയം കുറെ കൂടി ഗാഢമായിട്ട് മാറിയിരുന്നു. യൂറോപ്യൻ സിനിമ പ്രത്യേകിച്ചിട്ടും എനിക്ക് വളരെ പരിചിതമായി കഴിഞ്ഞിരുന്നു. ഒരുപാട് സംവിധായകരുടെ സിനിമകൾ, അത് ജാപ്പനീസ് സിനിമകൾ, ഈ ഓസുവിൻ്റെ സിനിമകൾ, കുറോസാവയുടെ സിനിമകൾ ഒക്കെ എനിക്ക് അന്ന് നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ചലച്ചിത്ര പരിചയം ദൃശ്യാത്മകതയ്ക്ക് കാരണമായിട്ടുണ്ട്. ഓക്കെ സാർ, വളരെയധികം സ്നേഹം സാറിന്റെ ഈ ആശയം പങ്കുവച്ചതിൽ. നമസ്കാരം സാർ, എൻ്റെ പേര് സുഭദ്ര. സാർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നോവലുകളെ ദൃശ്യാവിഷ്കാരങ്ങളാക്കി മാറ്റുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നാണ് സാറിന്റെ അഭിപ്രായം? അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരെങ്കിലും അനുവദിച്ചു തരേണ്ട ഒന്നല്ല. നമ്മൾ ഏതെങ്കിലും ഭരണകൂടമോ ഭരണ പദവിയിലുള്ള ആളോ രാജാവോ മന്ത്രിയോ ഒന്നും അനുവദിച്ചു തരേണ്ട ഒന്നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എഴുത്തുകാർ പ്രകടിപ്പിക്കേണ്ട ധീരതയാണ്. അത് ഇല്ലാത്തവരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. നമുക്ക് അത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത്, നമുക്ക് ആവിഷ്കരിക്കാനുള്ളത്, എഴുതാനുള്ള ധീരതയുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. അത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അനുവദിച്ചു തരേണ്ട ഒന്നല്ല, നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ചു തരേണ്ട ഒന്നല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ സങ്കല്പത്തിൽ അത് നമ്മുടെ മനസ്സിലുള്ള ആന്തരികതയിലുള്ള ഒരു ബോധമാണ്. അത് നമുക്ക് സഹജമായിട്ട് ഉണ്ടാവേണ്ടത്. അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ധീരത ഉണ്ടാകണം, നമുക്കൊരു നിലപാട് ഉണ്ടാകണം, നമുക്കൊരു കാഴ്ചപ്പാടാണ്, ഒരു വിധേയത്വം, ഏതെങ്കിലും ഒരു പാർട്ടിയോടോ പ്രസ്ഥാനത്തോടോ ഭരണകൂടത്തോടോ ഉള്ള വിധേയത്വം പുലർത്തുന്ന എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയ പ്രശ്നമായി.
അപ്പൊ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ, പ്രബലമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ, അധികാരത്തിലിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ വിമർശിക്കാൻ അതിനോട് ഒട്ടി നിൽക്കുന്നവർക്ക് ധൈര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവര് പിന്നെ അതിനെ ആവിഷ്കരിക്കുകയില്ല. അതിന്റെ സ്വാതന്ത്ര്യമില്ല. അവർക്ക് മാനസികമായിട്ടുള്ള ഒരു അടിമത്തം അവർക്ക് ഉണ്ട്. അങ്ങനെയുള്ള മാനസികമായ അടിമത്തം ഒരു ഭാഗത്ത് അനുഭവിക്കുന്ന ആളുകളാണ് വേറൊരു ഭരണകൂടത്തിന്റെ ഈ അധികാരപ്രമതയെ കുറിച്ചിട്ട് പറയുക. അത് ഒരു നിലക്ക് അവർ അടിമത്തം അനുഭവിച്ചുകൊണ്ടാണ് മറ്റൊരു ഈ അധികാരത്തിന്റെ കടന്നുകയറ്റത്തിനെ കുറിച്ച് സംസാരിക്കുക. അതല്ല വേണ്ടത്. ഏതിന്റെ എതിരായിട്ടും ഒന്നിനും വിധേയത്വമില്ലാതെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളോട് മാത്രം വിധേയത്വമായിട്ട് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വാക്യങ്ങൾ എഴുതാനുള്ള ധീരതയാണ് എഴുത്തുകാർക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി സാർ. സാർ, എൻ്റെ പേര് പാർവതി. ദൃശ്യവൽക്കരണം നോവലിൻ്റെ ആസ്വാദന തലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇന്നുള്ള രചനകളും പഴയകാല രചനകളും തമ്മിലുള്ള താരതമ്യം സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത് ഈ രണ്ട് പ്രക്രിയകളാണ്. ഒന്ന് എഴുത്തുകാരൻ ചെയ്യുന്നത്. അപ്പൊ എഴുത്തുകാരന്റെ ഉള്ളിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, എഴുത്തുകാരന്റെ ഉള്ളിൽ, എല്ലാ എഴുത്തുകാരുടെയും ഉണ്ടാവണമെന്നില്ല, ഒരു ദൃശ്യബോധം പ്രവർത്തിക്കുന്നുണ്ട് നോവല് എഴുതുമ്പോൾ. അത് ഈ വായനക്കാരുടെ ഉള്ളിലേക്കും അത് വരും. ഒരു നോവല് വായിക്കുമ്പോൾ ഈ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് വായിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അവര് സങ്കല്പിക്കുന്നത്, ഒരു കഥാപാത്രത്തെ അവർ സങ്കല്പിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അവർക്ക് അതിലെ കഥാപാത്രങ്ങൾക്ക് ഒരു രൂപം നൽകുന്നു, അവർക്ക് ഒരു ദൃശ്യങ്ങൾക്ക് ഒരു രൂപം നൽകുന്നു. ഇപ്പൊ ഒരു മരം എന്നൊരു നോവലില് നമ്മൾ പറയുന്നതായിരിക്കും ഒരു മരം. ഇപ്പൊ ആയുസിന്റെ പുസ്തകത്തിനകത്ത് ഒരു മരം വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നത് ആ മരത്തിലാണ്. അപ്പോ പൗലോ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടു, അദ്ദേഹം അപമാനിതനായി. ഒരു രാത്രിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു, കയറെടുത്തിട്ട്. അപ്പൊ അവിടെയുള്ള മരങ്ങളെല്ലാം അയാൾക്ക് അറിയാവുന്നവയാണ്, അയാൾ നട്ടുവളർത്തിയവയാണ്. അപ്പൊ ഈ നട്ടുവളർത്തിയ മരങ്ങളെ മുഴുവനും അയാൾ തൻ്റെ മക്കളെ പോലെയാണ് കരുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള താൻ നട്ടുവളർത്തിയ ഒരു മരത്തിൽ കയറിയിട്ട്, അയാളുടെ മാവോ പ്ലാവോ ഒക്കെ അവിടെയൊക്കെ ഉണ്ട്, അതിലേതെങ്കിലും ഒരു കൊമ്പിൽ അയാൾക്ക് മരിക്കാവുന്നേ. പക്ഷെ അയാള് താൻ നടാത്തതും വളർത്താത്തതുമായിട്ടുള്ള ഒരു പാഴ്മരമാണ് അയാൾ അന്വേഷിച്ചു പോകുന്നത്. അത് ഈ ഇരുട്ടില് ഇടറി നടന്നിട്ട് അയാളുടെ ഒരു മരം കണ്ടെത്തുന്നു. അപ്പൊ ആ മരത്തിന്റെ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ ഉണ്ട്. ഒരു നെടുങ്കൻ മരം, ശാഖകൾ പടർത്തിയിട്ട് ഇരിക്കുന്ന ഒരു കറുത്ത മരം, രാത്രിയാണ്. അപ്പൊ ഒരു കറുത്ത ഒരു മരം, അതിൻ്റെ ഈ തടിയിലൂടെ ഇയാളിങ്ങനെ വലിഞ്ഞു കയറുന്ന ഒരു ദൃശ്യം എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് അവിടെ ഒരു കൊമ്പിൽ ഒരു ഇലകൾക്കിടയിൽ വേറൊരു ഇല പോലെ അവിടെ അയാൾ ഞാന്ന് കിടക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അപ്പൊ ഇത് ഞാൻ എഴുതുന്ന സമയത്ത് ഞാനത് സങ്കല്പിച്ചിട്ടുണ്ട്. അത് മുഴുവൻ അത് ഏത് രീതിയിലാണ് അത് പോകുന്നത്, ഈ കഥാപാത്രത്തിന്റെ ചലനങ്ങൾ എന്തൊക്കെയാണ്, എവിടെ അവസാനിക്കുക, അത് അവസാനം അയാൾ തൂങ്ങി കിടക്കുന്ന ദൃശ്യം, ഈ ഇലകളുടെ ഇടയിലുള്ള ഒരു ശരീരം എൻ്റെ മനസ്സിൽ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ വായനക്കാരുടെ ഉള്ളിലും ഇതേപോലൊരു ബോധം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ, എഴുത്തുകാരൻ സങ്കല്പിച്ചതാവണമെന്നില്ല, വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർക്കൊരു ഭാവന ശേഷിയുണ്ടെങ്കിൽ, സങ്കല്പനത്തിന്റെ ശേഷിയുണ്ടെങ്കിൽ അവർക്കും ഇത് ഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ നിലക്ക് അതൊരു രണ്ട് തരത്തിലുള്ള പ്രവർത്തനം, എഴുത്തുകാരൻ്റെ അവിടെ നടക്കുന്ന പ്രവർത്തനം, വായനക്കാരൻ്റെ അടുത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം. അപ്പൊ എഴുത്തുകാരൻ എഴുതിയത് പൂരിപ്പിക്കുന്ന ആളാണ് വായനക്കാരൻ എന്ന് പറഞ്ഞത്. എഴുത്തുകാരൻ പൂർണ്ണമായിട്ടും എഴുതുന്നില്ല, അത് ഈ വായനക്കാരനാണ് അത് പൂരിപ്പിക്കുന്നത്. വായനക്കാരനാണ് അതിന് രൂപം കൊടുക്കുക, സങ്കല്പിക്കുക ഒക്കെ ചെയ്യുന്നത് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ഈ കഥാപാത്രങ്ങൾ, ഇപ്പൊ മഹാഭാരതത്തിലൊക്കെയുള്ള കഥാപാത്രങ്ങൾ, അതിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അത് സങ്കല്പിക്കുന്നത്. രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് സങ്കല്പിക്കുന്നത്. നമുക്കത് ഒരു കൃത്യമായിട്ടുള്ള രൂപം അതിനകത്തില്ല. പക്ഷെ എപ്പോഴും നമ്മൾ വായിക്കുന്ന സമയത്ത്
ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകുന്നു കഥാപാത്രങ്ങളുടെ ചലനങ്ങളെ സംബന്ധിച്ചിട്ട്, അവരുടെ രൂപത്തെ സംബന്ധിച്ച്, അവരുടെ ആകാരങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സാർ. സാർ, അടുത്തത് ഇൻബോക്സിൽ വന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആയുസ്സിന്റെ പുസ്തകം എന്ന കൃതിയെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആയുസ്സിന്റെ പുസ്തകം എന്ന കൃതി ക്രിസ്തീയമായ ഒരു പാപസങ്കല്പത്തെ മാനുഷികമായിട്ടുള്ള ഒരു രീതിയിൽ പുനർവിചിന്തനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുണ്യപാപങ്ങളുടെ ലോകം മനുഷ്യന് ഒരു തരത്തിലുള്ള അതിർവരമ്പുകൾ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്? സാറിന്റെ ഇതിനോടുള്ള അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാമോ? പാപം എന്ന് പറയുന്നത് ഈ ക്രിസ്തു മതത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാപം എന്ന് പറയുന്നത്. അതാണ് ആ നോവലിൽ ആഖ്യാനം ചെയ്തിട്ടുള്ളത്. അതിനെ ആ സങ്കല്പത്തെ, ഇപ്പൊ ആദി പാപം എന്ന് പറയുന്ന സങ്കല്പം, ഒറിജിനൽ സിൻ എന്ന് പറയുന്നത്, ആ സങ്കല്പത്തിൽ നിന്നാണ് ഈ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത്. ആദ്യം ഈ ദൈവത്തോട് മനുഷ്യര് പാപം ചെയ്യുന്നു. ഈ ആദ്യത്തെ സ്ത്രീ പുരുഷന്മാർ അതും ആവുകയും പാപം ചെയ്യുന്നു. ആ പാപം പിന്നീട് ഇങ്ങനെ എത്രയോ തലമുറകൾക്ക് ശേഷവും ഈ പുതിയ തലമുറയുടെ മേലെ പതിക്കുന്നു, അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പാപസങ്കല്പത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മതത്തിന്റെ ഒരു ഘടന തന്നെ രൂപപ്പെടുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതേക്കുറിച്ച് അത് വീണ്ടും വീണ്ടും അതിനകത്ത് പറയും. പാപം എന്ന് പറയുന്ന വാക്ക് ബൈബിളിനകത്ത്, അതായത് പുതിയ നിയമത്തിനകത്ത് ക്രിസ്തു പറയുന്നുണ്ടല്ലോ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. അപ്പോ എല്ലാവരുടെ കയ്യിൽ നിന്നും കല്ലുകൾ വീണു എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും പാപം ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് പാപത്തെ പിന്നെ നിർവചിച്ചിട്ടുണ്ട്. പിന്നെ നീ കൊല്ലരുത്, വ്യഭിചരിക്കരുത്, അയൽക്കാരൻ്റെ സ്വത്ത് മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അത് പിന്നെ പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ മോശയൊക്കെ കിട്ടിയിട്ടുള്ള കൽപ്പനകളിൽ ആണത് പറയുന്നത്. ആ ഒരു പാപസങ്കല്പം പിന്നീടും പുലരുന്നുണ്ട്. അത് നമ്മൾ ഒരു പാപം ചെയ്യാത്തവരെ പോലും ഈ ക്രിസ്തു മത നേതൃത്വം അവർ പാപികളാണ് എന്ന് വിശ്വസിപ്പിക്കുന്നു. ഈ പാപികളായ ഞങ്ങൾക്ക് എന്നുള്ള ഒരു പ്രാർത്ഥനകളിൽ എപ്പോഴും പാപികളായ ഞങ്ങളെ എന്നാണ് പറയുന്നത്. എല്ലാവരും പാപികളാണ്, കന്യാസ്ത്രീകളും ഈ പിഞ്ചു കുഞ്ഞുങ്ങളും ഒക്കെ പാപികളാണ് എന്നുള്ളൊരു സങ്കല്പം അതിൽ കൊടുക്കുന്നു. ഈ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, ലോകത്തിലെ മനുഷ്യരുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു ജനിച്ചത് എന്ന് വിശ്വസിക്കപ്പെടും. അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ക്രിസ്തു ഏറ്റുവാങ്ങുകയും അതിന്റെ ശിക്ഷയായിട്ട് കുരിശുമരണം വഹിക്കുകയും ചെയ്തു എന്നതാണ് പറയുന്നത്. അപ്പൊ ആ ക്രിസ്തു പോയതിന് ശേഷം പിന്നെയും ഈ ലോകത്തിലെ പാപികൾ ഇങ്ങനെ പാപങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ കേന്ദ്ര സ്ഥാനത്ത് ഉള്ള കഥാപാത്രം യാക്കോബ് എന്ന് പറയുന്ന കഥാപാത്രം ഈ പാപം എന്ന് പറയുന്ന സങ്കല്പത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ആരാണ് പാപി, എന്താണ് പാപം എന്നുള്ള ഒരു വളരെ മുഴങ്ങുന്ന ചോദ്യം. പാപം എന്നത് ഒരു 2 അക്ഷരമുള്ള വാക്ക്, പക്ഷെ അതിന് എന്തൊരു മുഴക്കമാണ് എന്ന് യാക്കോബ് അതിലുള്ള ഈ ശമാശനോട് പറയുന്നുണ്ട്. അത് നിങ്ങൾ പള്ളി ശമാശനോട്, അതായത് ഒരു വ്യവസ്ഥയോട്, സഭാ നേതൃത്വത്തോട്, ഒരു ഈ അധികാരത്തോട്, വൈദികരോട്, ബിഷപ്പിനോട് ഒക്കെയുള്ള പോപ്പിനോട് വരെ ഉള്ള ഒരു ചോദ്യം, ഒരു ചൂണ്ടുവിരൽ ഉയർത്തുന്ന ഒരു കാര്യമാണ് അതിനകത്ത് യാക്കോബ് ചെയ്യുന്നത്. ആരാണ് പാപി, എന്താണ് പാപം എന്നുള്ള ചോദ്യം. ഈ പാപം എന്ന വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ആളുകളെ ഭയപ്പെടുത്തുന്നു, വരുതിയിലാക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം അതിനകത്ത് യാക്കോബ് നിർവഹിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ അതിലെ പൗലോ എന്ന് പറയുന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്ത കാര്യം, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ നിർബന്ധനാക്കിയത് അയാൾ പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. അയാളുടെ പാപം എന്താണെന്ന് നോവലിൽ പറഞ്ഞിട്ടില്ല. അയാളുടെ അടുത്തൊരു ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ പെൺകുട്ടിയുടെ മുടിയിൽ അയാളെ തടവിയെന്ന് മാത്രമാണ് അതിനകത്ത് പറഞ്ഞത്. അത് കണ്ടുകൊണ്ട് വന്നിരുന്ന അയാളുടെ മകൻ തോമ അത് തെറ്റിദ്ധരിക്കുകയും അയാളുമായിട്ട് അടികൂടുകയും അയാളെ ഒരുപാട് പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഒരു ദുഃഖത്തിലാണ്, നിസ്സഹായതയിലാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷേ
പാപത്തിന്റെ ഒരു നിമിഷമായിരിക്കാം ജീവിതത്തെ അർത്ഥമുള്ളതാക്കുന്നത് എന്ന്. അപ്പൊ അയാള് നമ്മളിങ്ങനെ ഒരു പാപസങ്കല്പത്തിൽ നിന്നുള്ള ഒരു വിച്ഛിത്തി, സ്വാതന്ത്ര്യം അതിലെ പൗരവ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഈ വാക്യത്തിലുണ്ട്. യാക്കോബ് ചോദിക്കുന്ന ചോദ്യങ്ങളിലും ഉണ്ട്. താങ്ക് യു സർ. ഇനി ആരും സംശയങ്ങൾ ചോദിക്കാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥി പ്രതിനിധി അഞ്ജനയെ ക്ഷണിക്കുന്നു. ഹലോ ഹലോ പറഞ്ഞു സാർ, കേൾക്കാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതായത് മാവേലിക്കരയിലെ ഈ അധ്യാപന പഠന കലാലയത്തിലെ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിയായ സന്തോഷമുണ്ട്. ഞാൻ മാവേലിക്കരയിൽ ഈ അടുത്തിടയിൽ ഞാൻ വന്നിരുന്നു. അപ്പൊ അവിടെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ പാറപ്പുറത്തിന്റെ നാടാണ് എന്നുള്ളതിന്റെ ഒരു പ്രത്യേക സന്തോഷം അവിടെ വരുമ്പോഴേ എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനു മുമ്പ് മാവേലിക്കര വന്നിട്ടില്ല. അപ്പൊ പാറപ്പുറത്തിന്റെ നോവലുകൾ അരനാഴിക നേരവും അദ്ദേഹത്തിന്റെ അന്വേഷിച്ച കണ്ടെത്തിയിലെ ആദ്യകരണങ്ങളും തേൻവരിക്കയും ആകാശത്തിലെ പറവകളും ഒക്കെ ഞാൻ അന്വേഷിച്ച കണ്ടെത്തിയിലൊക്കെ ഞാൻ വായിക്കുകയും അതിലെ ആ ജീവിത ചിത്രീകരണത്തിൽ വളരെയേറെ ആശ്ചര്യം കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഞാൻ പാറപ്പുറത്തിനെ കണ്ടിട്ടില്ലെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആചാര്യന്മാരിൽ ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ആ സ്ഥലത്തുള്ള ഈ ഒരു കലാലയത്തിൽ പഠിക്കുന്ന നിങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ഒരു സന്ദർഭം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ അത് ഞാൻ പ്രവീണിനോട് ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് നിങ്ങൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ കോളേജിലേക്ക് നേരിട്ട് വരികയും കാണുകയും അവിടെ അതിൽ എനിക്ക് യാതൊരു വൈമനസ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ വൈകിട്ട് വരെ സ്വതന്ത്രനായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ചടങ്ങ് ഉച്ചയാകുമ്പോൾ അവസാനിച്ചിരുന്നു. ഞാൻ വൈകിട്ടാണ് അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോന്നിരുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഗൂഗിൾ മീറ്റിലൂടെയെങ്കിലും നിങ്ങളെ കാണാനും കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനും നിങ്ങളുടെ ചില സംശയങ്ങൾ കേൾക്കാനും നിങ്ങളുമായിട്ട് സംവദിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പാറപ്പുറത്തിന്റെ കുടുംബം നമ്മളെ കോളേജിനോട് ചേർന്ന് തന്നെയാണ്. ഹലോ ഹലോ പറയാം. സാർ, ഈ പാറപ്പുറത്തിന്റെ കുടുംബമേ നമ്മുടെ കോളേജിനോട് ചേർന്ന് തന്നെയാണ്. പാറപ്പുറത്തിന്റെ പേരിലുള്ള ലൈബ്രറി ആണെങ്കിലും എല്ലാം നമ്മുടെ ഈ കോളേജിനോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതെ, ഒരു വലിയ പൈതൃകമാണ് അദ്ദേഹത്തിന്റെ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരുപാട് നോവലുകള് ചലച്ചിത്രങ്ങളായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ സിനിമയിലെ ആചാര്യനായിട്ട് ഞാൻ കണക്കാക്കുന്ന KG ജോർജ് അദ്ദേഹത്തിന്റെ ഒരു കഥ, കോട്ടയം മാനന്തവാടി എന്ന് പറയുന്ന കഥയാണ് യാത്രയുടെ അന്ത്യം എന്ന പേരില് സിനിമ ചെയ്തത്. ജോർജ് ഏട്ടൻ ചെയ്തിട്ടുള്ള നല്ല സിനിമകളിൽ ഒന്നാണ് യാത്രയുടെ അന്ത്യം. പിന്നെ KS സേതുമാധവൻ, അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള അരനാഴിക നേരം വളരെ മികച്ച ഒരു ചിത്രമായിരുന്നു. മലയാള സിനിമയിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരുന്നു. അതേപോലെ P. ഭാസ്കരൻ മാഷ് സംവിധാനം ചെയ്തിട്ടുള്ള അന്വേഷിച്ചു കണ്ടെത്തിയില്ല, ആദ്യ കിരണങ്ങൾ എന്നൊക്കെയുള്ള സിനിമകളും വളരെ മികച്ച അനുഭവങ്ങൾ, മികച്ചതെന്ന് മാത്രമല്ല വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. വേറെ ഒരു ലോകം, ഇപ്പം അദ്ദേഹത്തെ പട്ടാള കഥാകാരൻ എന്ന് പറയുന്നത് അത് വേറൊരു ലോകമായിരുന്നു. നമുക്കറിയാത്ത ഒരു സവിശേഷമായ ഒരു ലോകമായിരുന്നു അത്. നന്ദനാറും കോവിലനും ഒക്കെ കൂടിയാണ് അത് ആവിഷ്കരിച്ചത്. അതിനെ ആ മൂന്നുപേരും ചേർന്നിട്ട് നമ്മൾ ഈ പട്ടാള ലോകം എന്ന് പറയുന്നത് എന്താണ്, അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, അവരുടെ നാട്ടിൻപുറങ്ങളുടെ സ്ഥിതി എന്താണ്, ഈ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, ഒരു വിപരീതത്വമുണ്ട്. അത് അദ്ദേഹം അതിമനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ നോവലുകളൊക്കെ നമ്മുടെ ഭാഷയിലെ വലിയ വിലപ്പെട്ട ഉപലബ്ധികളായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങളുണ്ട് എന്നുള്ളത് ഈ ഒരു പൈതൃകം ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുന്നത്. താങ്ക് യു സർ. ഇന്നത്തെ അധ്യായത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി അഞ്ജനയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. KFLന്റെ 31ാമത്തെ
വളരെ മനോഹരമായിട്ടുള്ള ഒരു വേദിയാണ് ഇപ്പോൾ കടന്നു പോയത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സാർ നോവലിലെ ദൃശ്യാത്മകത എന്ന വിഷയത്തെ സംബന്ധിച്ച് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ വിലപ്പെട്ട ആശയങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചു. എൻ്റെ കർത്തവ്യം നന്ദി അർപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി KFLന്റെ ജനറൽ കൺവീനറും നമ്മുടെ പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ രശ്മി ടീച്ചറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി എല്ലാവരുടെയും സ്വീകരിച്ചെത്തിയ ഇന്നത്തെ വിശിഷ്ട അതിഥി, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയത്തിൽ ഒരംശം നമുക്കുകൂടി നൽകിയതിൽ അദ്ദേഹത്തിനോട് KFLന്റെ പേരിലും കുന്നം കുടുംബത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുമുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. KFLന്റെ പ്രോഗ്രാം കൺവീനറായിട്ടുള്ള ലേഖ ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും, അധ്യാപക വിദ്യാർത്ഥികൾക്കും, അനധ്യാപകർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാം അവസാനിച്ച് ഇനി എല്ലാവർക്കും ലെഫ്റ്റ് ആകാം.